ഇന്നത്തെ ഒരു ഹർജിയുടെ കാര്യമുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷാ വീഴ്ച, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ വീഴ്ച പ്രധാനമായും അതിലുള്ള അന്വേഷണം ആകുമോ ഈ ഹർജിയിലെ ആവശ്യം? എന്താണ് ഈ ഹർജിയിലെ ഹർജിയിലെ ആവശ്യങ്ങൾ? അജിംഷാദ്, പ്രധാനമായും ഈ പഹൽഗാം ആക്രമണത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഈ പൊതു താൽപ്പര്യ ഹർജിയിൽ പ്രധാനമായും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം. പ്രത്യേകിച്ചും ഈ വിനോദസഞ്ചാരികളടക്കം പഹൽഗാമിൽ ആക്രമിക്കപ്പെടുകയും അതിൽ വലിയ സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കൃത്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ളൊരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പൊതു താൽപ്പര്യ ഹർജിയിൽ ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ആരംഭിക്കും. എൻ കോട്ടീശ്വരും അതോടൊപ്പം മറ്റു ജഡ്ജിമാരും അടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും ഇതിലൊരു അന്വേഷണ സമിതിയെ രൂപീകരിക്കുകയാണെങ്കിൽ അത് ഒരു നിർണായകമായിട്ടുള്ള നീക്കമായിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു കേന്ദ്രത്തിൻ്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഹർജി സമർപ്പിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ കേന്ദ്രവും സുപ്രീം കോടതിയും തമ്മിൽ ഒരു വേർതിരിവുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതും കേന്ദ്ര സർക്കാരിനെ വീണ്ടും വെട്ടിലാക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നീങ്ങുക. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ കേസിൽ ഏറെ നിർണായകമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനാകും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളും ആരംഭിക്കും. അജിംഷാദ്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.